അപ്പോൾ ഇന്ന് ക്യാമറയുടെ ആംഗിൾ ശരിയാണെന്ന് ഉറപ്പില്ല. ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. കാലങ്ങൾക്ക് ശേഷം നമ്മൾ ഹീറോ 5 തിരിച്ചെടുത്ത് വീണ്ടും വ്ളോഗിങ്ങിലോട്ട് ഇറങ്ങാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാവും എന്ന് ഇത് കഴിഞ്ഞ് രാത്രി വന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാലേ അറിയുള്ളൂ. സോ ഫോർ ദ ടൈം ബീങ് ഇതെല്ലാം വർക്കിംഗ് ആണെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് പോകാം. കോഡ് സ്റ്റാർട്ട്. ഇന്ന് വണ്ടി എടുത്തില്ല. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ആദ്യം കുറച്ചൊരു ചെറിയ വർക്ക് തീർക്കാനുണ്ട്. ഒരു ഇഫ്താർ റിലേറ്റഡ് ഒരു ചെറിയ പണിയുണ്ട്. അപ്പോൾ അത് ആദ്യം തീർത്ത് അവിടെ നിന്ന് മിക്കവാറും നമ്മളൊരു റൈഡ് പോവും ജബൽ ജയ്സിലോട്ട്. ഇതെല്ലാം ടൈറ്റാണ് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് പോകുന്നത്. ടൈറ്റാണെന്ന് വിചാരിക്കാം. ഓക്കെ, റെക്കോർഡിംഗ് ആണ്, അത് കൺഫേം ആണ്. ഇനി അറിയേണ്ടത് എൻ്റെ വിഷൻ തന്നെയല്ല, ശരിയായിരിക്കും. POV കറക്റ്റാണെന്ന് വിചാരിക്കാം. കുറച്ച് 2-3 ട്രൈ ചെയ്യണം, എന്നാൽ മാത്രമേ. ഓക്കെ, സോ വിട്ടേക്കാം. സമയം എന്തായി? 5:20 സമയമുണ്ട്. നേരെ നമുക്ക് JVC സൈഡിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ അത് തീർത്ത ഉടനെ നമ്മൾ മിക്കവാറും ജബൽ ജയ്സിലോട്ട് പോകും. ഔട്ട് ഓഫ് ദ പാർക്കിംഗ് ഒന്നും എടുക്കാൻ മറന്നിട്ടില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ നമുക്ക് പോകാം. മറന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്, അത്രേ പറയാൻ പറ്റൂ. വൈസർ ഡൗൺ. ഓഡിയോ ക്ലിയർ ആയിരിക്കണേ, POV ക്ലിയർ ആയിരിക്കണേ. ഈ 2 കാര്യങ്ങൾ എൻ്റെ മൈൻഡിൽ ഇപ്പോൾ ഉള്ളൂ. പിന്നെ നമ്മുടെ ഗോപ്രോക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു പണ്ട്. ഇതിന് മുന്നേ നമ്മൾ വ്ളോഗ് ചെയ്തിരുന്ന സമയത്ത് മൈക്ക് കട്ടായി പോകുന്നതാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്നത് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എനിക്ക് ഒരു കാര്യം ഓർമ്മയുള്ളത്, ഓരോ പ്രാവശ്യം നമ്മൾ നിർത്തുമ്പോഴെല്ലാം ഞാൻ ഇതിൻ്റെ ബാറ്ററി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് ബാറ്ററി ബാക്കപ്പ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമായിരുന്നോ അതോ, കാരണം ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട്, എപ്പോഴും ഞാൻ ഫുട്ടേജസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് മൈക്ക് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ചില ക്ലിപ്സിൽ. അപ്പോൾ അന്ന് ഈ ബാറ്ററി ചേഞ്ച് ചെയ്തിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ബാറ്ററി ഊരി എടുത്ത് വെക്കുമ്പോൾ മൈക്ക് തിരിച്ച് വർക്ക് ചെയ്യുമെന്നോ അങ്ങനെ എന്തോ ആയിരുന്നു. എന്തായാലും നോക്കാം. ഇന്നിപ്പോൾ നമ്മൾ എന്തായാലും ബാറ്ററി ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. മിക്കവാറും 4 ബാറ്ററി ടോട്ടൽ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ എന്തായാലും ഇവിടുന്ന് JVCയിലോട്ട് പോയി അവിടെ എന്തായാലും വണ്ടി നിർത്തണം. അപ്പോൾ അവിടെ നിർത്തി കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം ബാറ്ററി അവിടെ നിന്ന് ചേഞ്ച് ചെയ്യാം. പിന്നെ അവിടുന്ന് മിക്കവാറും നേരെ ഡയറക്റ്റ്ലി ജബൽ ജയ്സ് പിടിക്കായിരിക്കും. നമ്മുടെ വണ്ടി ഫയലിൽ ദീപ് നമ്മൾ ജോയിൻ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ദീപിൻ്റെ വണ്ടിക്ക് വേണ്ടിയുള്ള റൈഡാണ് ഇത്. ഇവർ പുതിയ വണ്ടി എടുത്തിട്ടുണ്ട്, ഡുക്കാട്ടി മൾട്ടിസ്ട്രാഡ V4 റാലി, കിണ്ണം സാധനം. അപ്പോൾ അതിൽ ഒരു 1000 കിലോമീറ്റർ ഞങ്ങൾ തേക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ആ 1000 കിലോമീറ്റർ തേക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റൈഡുകൾ ഇപ്പോൾ 2-3 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ 600 കിലോമീറ്റർ ഓൾറെഡി തികച്ചു. ഇനി ഒരു 400 കിലോമീറ്റർ കൂടെ ഇതിൽ ഫിനിഷ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നത്തെ റൈഡോടെ മിക്കവാറും 1000 തികയോ എന്നുള്ളത് ഉറപ്പില്ല. നോക്കാം. JVC ടു ജബൽ ജയ്സ് 200 കിലോമീറ്റർ ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. നോക്കാം. ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ ഇട്ട് തീർക്കും. നമ്മുടെ ഈ വണ്ടിയുടെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് വണ്ടി ഓഫ് ആവുന്ന ടെൻഷനോ ക്ലച്ചിൽ പിടിച്ച് വലിച്ച് തിരിക്കേണ്ട ആവശ്യമോ ഇങ്ങനത്തെ ഒരു ടെൻഷനും ഇല്ല. ട്രാഫിക്കിൽ വണ്ടി നിർത്തി നേരെ ബ്രേക്ക് ഔട്ടി വണ്ടി നിർത്തുക, അത് കഴിഞ്ഞ് ട്രാഫിക്കിൽ നിന്ന് പോകുമ്പോൾ നേരെ ആക്സിലേറ്റർ കൊടുത്താൽ വണ്ടി നീങ്ങും. അപ്പോൾ ആ ഒരു പ്ലസ് പോയിന്റ് നമുക്കുണ്ട്. പക്ഷെ എന്നാലും ഇതിൽ 2 കാര്യങ്ങളില്ല നോർമൽ വണ്ടി കാണുന്ന പോലെ. ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇത് ക്ലച്ചല്ല, ഇത് ഹാൻഡ് ബ്രേക്കാണ്. അതുപോലെ തന്നെ താഴെ നമ്മുടെ ഗിയർ ലീവർ ഇല്ല. അപ്പോൾ ഈ വണ്ടി നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഓടിക്കാം, അതുപോലെ തന്നെ മാനുവലായിട്ട് ഓടിക്കാം. മാനുവൽ ഓടിക്കുവാണെങ്കിൽ പാഡൽ ഷിഫ്റ്റേഴ്സാണ്. ഇപ്പോൾ ഇവിടെ എൻ്റെ തമ്പിൻ്റെ ഇവിടെ ഗിയർ ഡൗൺ ചെയ്യാനും പോയിൻറ്റ് ഫിംഗറിൻ്റെ ഫ്രണ്ടിൽ ഒരു ഗിയർ അപ്പ് ചെയ്യാനുള്ള 2 പാഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് മാനുവലായിട്ട് ഓടിക്കാം. അതിൻ്റെ കൂടെയുള്ള ഒരു പ്ലസ് പോയിന്റ് കൂടെ എന്താണെന്ന് വെച്ചാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട്, ഇപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലാണ് ഓടിക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് ഓടിക്കുമ്പോഴും നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് ഗിയർ ഡൗൺ ചെയ്തോ അല്ലെങ്കിൽ ഗിയർ അപ്പ് ചെയ്തോ ഒന്ന് ചവിട്ടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് ഓട്ടോമാറ്റിക്കലി ഇരുന്നു കൊണ്ട് തന്നെ പാഡൽ ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. സോ എല്ലാം കൊണ്ടും ഐ എം ടോട്ടലി ഹാപ്പി വിത്ത് ദിസ് തിങ്. ഞാൻ കഴിഞ്ഞ ദിവസം ആലോചിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ ബൈക്ക് ഓടിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഫീൽ ചെയ്ത് തോന്നിയത് ജിമ്മിൽ പോകുന്ന പോലെയാണ്. അതായത് ജിമ്മിൽ പോകുന്നതിന് മുന്നേ, ബൈക്ക് ഓടിക്കുന്നതിന് മുന്നേ നമ്മൾ ആലോചിക്കും ഇനിയിപ്പോൾ ഹെൽമെറ്റൊക്കെ ഇട്ട് ഈ കാറ്റും കൊണ്ട് ഹെൽമെറ്റിൻ്റെ വെയിറ്റും വെച്ച് എങ്ങനെ ഓടിക്കണ്ടേ എന്നുള്ളത്. ജിമ്മിൽ പോകുന്ന പോലെ തന്നെ അവിടെ ചെന്ന് പണിയെടുക്കേണ്ടതെന്ന് ആലോചിക്കും. പക്ഷേ ജിമ്മിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു വൈബിലോട്ടെത്തും. അതുപോലെ തന്നെ ബൈക്കിൻ്റെ കാര്യം എനിക്ക് അതുപോലെ തോന്നി. ബൈക്ക് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു വൈബിലാണ്. എന്തോ എൻ്റെ മനസ്സ് പറയുന്നു, എന്തോ മറന്നോ എന്നൊരു തോന്നൽ. നമ്മുടെ ഒരു ഫോൺ ബാക്കിൽ നമ്മുടെ ബോക്സിൽ വെച്ചിട്ടുണ്ട്, പവർ ബാങ്ക് പ്ലഗ് ചെയ്തിട്ട്. കാരണം അത് ഏകദേശം ഇന്ന് ചാവും. കാരണം അതിൽ ഹോട്ട്സ്പോട്ട് വെച്ചിട്ട് വേണം എനിക്ക് എൻ്റെ മെയിൻ ഫോൺ യൂസ് ചെയ്യാൻ. അപ്പോൾ എവിടെയെങ്കിലും പെട്ടുപോയാൽ നമുക്ക് നെറ്റും അതുപോലെ മാപ്പും ആവശ്യം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫോണിൽ ചാർജ് ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യം. അപ്പോൾ ഗൈസ്, നമ്മൾ 311 ജോയിൻ ചെയ്തു. ഞാൻ കഴിഞ്ഞ ദിവസം
വീഡിയോ ചെയ്യുമ്പോൾ മെൻഷൻ ചെയ്യണമെന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ദുബായ് താമസിക്കുന്ന മലയാളികൾ എന്തായാലും ഉണ്ടാവും, ഇല്ലാതിരിക്കില്ല. അപ്പോൾ ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ആരെങ്കിലും അതിൻ്റെ ഏരിയയിൽ താമസിക്കുന്നോ നിങ്ങളുടെ ബിൽഡിങ്ങൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ്. രസമല്ലേ ഇതിലൂടെ റൈഡ് പോയ വഴിക്ക് നിങ്ങളുടെ വീടിൻ്റെ അടുത്തൂടെ പോകുന്നതെന്ന് അറിയുന്ന ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ ഇതൊരു ടെസ്റ്റ് വ്ളോഗാണ് സത്യം പറഞ്ഞാൽ. ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആവും എന്നുള്ളത് അറിയില്ല. അതായത് ഇൻ ടേംസ് ഓഫ് ഇതിൻ്റെ ക്വാളിറ്റി, ഇതിൻ്റെ POV, ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണോ എന്നുള്ളത് വരെ ഇന്നത്തെ ഒരു ടെസ്റ്റ് റെക്കോർഡിങ്ങിൽ അറിയാം. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ മുന്നിലുള്ള ഏകദേശം ഒരു 5-6 ദിവസം ഇവിടെയുണ്ട്. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നാട്ടിലോട്ട് പോവാം. അപ്പോൾ അതുവരേക്കും എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെ മിക്കവാറും ഒരു 1 month ബ്രേക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടാവും. കാരണം തിരിച്ചു വന്നാലേ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റൂ. നാട്ടിൽ ബൈക്കില്ലാത്തതുകൊണ്ടോ നടക്കില്ല. വേറൊരു ഫണ്ണി ഫാക്റ്റ് എന്താ വെച്ചാൽ ഈ 2025 ഞാൻ യൂസ് ചെയ്യുന്ന GoPro 5 ബ്ലാക്കാണ്. ഇപ്പോൾ GoPro 13 അങ്ങനെ എന്തോ ലേറ്റസ്റ്റ് ഇറങ്ങിയതെന്ന് തോന്നുന്നു. പക്ഷെ നമ്മളിപ്പോഴും 5 ബ്ലാക്ക്. കാരണം എൻ്റെ പഴയ ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന GoPro ഇതെൻ്റെ ഇത് പോയി എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വണ്ടിയിൽ ചെക്ക് ചെയ്തപ്പോൾ മൂവ് ചെയ്ത സമയത്തുള്ള ബോക്സിൽ ഈ സാധനം കണ്ടു. പിന്നെ ഞാൻ ആലോചിച്ച് നോക്കി ഇത് വെച്ച് ടെസ്റ്റ് ചെയ്യാം, ബാക്കിയെല്ലാം സെറ്റ് ആവുകയാണെങ്കിൽ നമുക്കിത് പിന്നെയും യൂസ് ചെയ്യാമല്ലോ എന്നുള്ളൊരു പ്ലാൻ. പക്ഷേ എന്താണ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഓസ്മോയിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാനുള്ള എല്ലാ ചാൻസസും കാണുന്നുണ്ട്. കാരണം ഒന്ന് മെയിൻ റീസൺ ഓസ്മോയുടെ ബാറ്ററി ബാക്കപ്പ് കിണ്ണനാണ്. ഇത് ഇപ്പോൾ റെക്കോർഡിംഗ് ആണ്. ഇത് ഇതുപോലെ തന്നെ വീട്ടിലോട്ട് എത്തിയാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഒരു സംഗതി നമ്മൾ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ സാധനം റെക്കോർഡ് ചെയ്യാൻ വെച്ചിട്ട് 8 മിനിറ്റ് എങ്ങാനും റെക്കോർഡായുള്ളൂ. അത് കഴിഞ്ഞ് ബാക്കി എന്തോ സ്റ്റോപ്പായി. എന്തോ കാരണത്താൽ അത് സ്റ്റോപ്പായി. അത് എന്ത് കാരണത്താലാണെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. ബേസിക്കലി നമ്മുടെ ഷൂട്ട് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ എന്താ പ്ലാൻ എന്ന് വെച്ചാൽ ദീപ് കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ നേരെ വീട് പിടിക്കാൻ പോവാം. എന്നിട്ട് അവൻ വരുമ്പോഴേക്കും നമുക്ക് കംപ്ലീറ്റ്ലി റെഡിയായി സെറ്റായി നിൽക്കാം. അപ്പോഴേക്കും എനിക്ക് GoPro എന്താണ് ഇഷ്യൂ എന്നുള്ളതും കൂടെ നോക്കണം. ഇത് ഓഫ് ആവല്ലേ ഈശ്വര. കാരണം ആകെ 8 മിനിറ്റാണ് കഴിഞ്ഞ സ്ട്രെച്ച് റെക്കോർഡായിട്ടുള്ളൂ. അപ്പോൾ അതെന്താണ് ഇഷ്യൂ എന്നുള്ളത് നോക്കണം. അവിടെ തിരിച്ചെത്തുന്നവരെ ഈ സാധനം റെക്കോർഡാവൂ എന്നുള്ളതും നോക്കണം. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് നേരെ വീട് വെച്ച് പിടിക്കുന്നത് ചെടിയോ. ഓക്കെ, എനിക്ക് ഇവിടുന്ന് റെക്കോർഡിംഗ് ആണോ അല്ലേന്ന് അറിയാൻ പറ്റും. കാരണം ഇതിൻ്റെ ബാക്ക് സൈഡിലൂടെ റെഡ് ലൈറ്റ് ഉണ്ട്, അത് നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഇത് നിൽക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ഇനി അറിയേണ്ടത്. എന്താണ് ഇതിൻ്റെ പ്രശ്നം? നിസാൻ സണ്ണിക്കുട്ട വഴി തരൂ പ്ലീസ്. ഇതിൻ്റെ ആംഗിൾ ശരിയാണെന്ന് വിചാരിക്കുന്നു. ശരിയായിരിക്കണം. അടിപൊളി. മക്കളെ മാറി തരൂ പ്ലീസ്. എന്താണ് പ്രശ്നം? ഓക്കെ, ഇവിടെ കാഫുവിൽ പെട്രോൾ അടിക്കാൻ വരുന്നു. കാഫ് എന്താണെന്ന് അറിയാത്തവർക്കാണെങ്കിൽ ഇവിടെ വണ്ടിയിൽ പെട്രോൾ ഡെലിവറി ചെയ്യും. മനസ്സിലായോ? നാട്ടിലുള്ളവർക്ക്, ഇവിടെ കാഫ് കേൾക്കാത്തവർക്ക് ഇവിടെ നമുക്ക് ഈ സാധനം ജസ്റ്റ് ഒന്ന് സണ്ണിക്കുട്ടനെ ബാക്കിലാക്കി നോക്കണം. ഓക്കെ, അപ്പോൾ കാഫുവിൽ പെട്രോൾ ഇവിടെ വിതരണം ചെയ്യും. വണ്ടിയിൽ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയിൽ വരെ പെട്രോൾ വരെ വിതരണം ചെയ്യും. അതാണ് കാഫ്. അപ്പോൾ അവിടെ കാഫ് വണ്ടിയുടെ പുറകിലാണ് മറ്റേ വണ്ടി നിർത്തിയിട്ടുള്ളത്. ഒന്നുകിൽ ആ വണ്ടി കാഫിന് ഇടിച്ചു, അങ്ങനെ ആവാതിരിക്കട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പെട്രോൾ കഴിഞ്ഞ് കാഫിനെ വിളിച്ചതാണ്. ഓക്കെ, 8 മിനിറ്റാണ് കഴിഞ്ഞ റെക്കോർഡിങ് വന്നത്. അപ്പോൾ ഏകദേശം 8 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ ലൈറ്റ് അപ്പോഴും കത്തി നിൽക്കുന്നുണ്ടോ എന്ന് നോക്കാം. പക്ഷേ ഇത് 8 മിനിറ്റ് മാത്രമേ റെക്കോർഡ് ആവുള്ളൂ എന്നുണ്ടെങ്കിൽ ഷോക്കാവുള്ളൂ. കാരണം നമുക്ക് എന്തായാലും റൈഡ് ഒരു 1.5 മണിക്കൂർ എന്തായാലും എങ്ങനെയായാലും റൈഡ് ഉണ്ടാവും. അത് മിക്കവാറും ഒരു മണിക്കൂറൊക്കെ ഒരു സ്ട്രെച്ചിൽ പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. എടുത്തോ ഗോ. ഒന്നും മറന്നു വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോടെ. എൻ്റെ പേഴ്സ് കയ്യിലുണ്ട്, ഫോൺ രണ്ടും കയ്യിലുണ്ട്. ഞാനിവിടെ ഫോൺ മൗണ്ടിൽ ഫോൺ വെച്ചിട്ടില്ല, പോക്കറ്റിൽ തന്നെ ഇരിക്കട്ടെ. എന്തിനാ വെറുതെ ശല്യം? രാത്രിയല്ലേ, ഒരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യാവുന്നവർ എന്നെ വിളിച്ചാൽ മതി. 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് തിരിച്ച് വിളിക്കാം. Come on boys. ഈ മോട്ടോർ സൈക്കിൾ ഈ ബൈക്ക് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ കാര്യം അതാണ്. ഡിസ്ട്രാക്ഷൻസ് വന്നാലും ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ വഴിയൊന്നുമില്ല. കാരണം കാറിലിരിക്കുന്ന പോലെ ഫോണിൽ സ്ക്രോൾ ചെയ്യുക അങ്ങനത്തെ ഒരു പരിപാടി നടക്കില്ല. ഫുൾ കോൺസെൻട്രേഷൻ വണ്ടി റൈഡ് ചെയ്യുന്നതിൽ അത് അതിൻ്റെ ഒരു നല്ല കാര്യമാണ്. ഹമ്മർ H2 ഇതെന്താ എൻ്റെ മുന്നിൽ വരുന്ന വണ്ടികളല്ല ഇങ്ങനെ പോകുന്നത്. ബ്ലാക്ക് ഹമ്മർ H2 നമ്മുടെ വൈറ്റ് മാമത്തിനെ പോലെയാണ്. ഹമ്മർ H2 ഒരു വണ്ടി തന്നെ കേട്ടോ. റോട്ടിക്ക് ആ വണ്ടി കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ദിവസം ഒരാളെങ്കിലും തിരിഞ്ഞു നോക്കാത്തതുണ്ടാവില്ല, അതിൻ്റെ സൈസ് കാരണം. പിന്നെ നമ്മുടെ വണ്ടി കുറച്ചുകൂടെ ഹൈറ്റും കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോഴും റെക്കോർഡിംഗ് ഉണ്ട്. ഭാഗ്യത്തിന് 4 മിനിറ്റ് ആയിപ്പോൾ. എനിക്കിതിൽ ടൈമറുണ്ട് നമ്മുടെ ഡാഷ്ബോർഡിൽ നിന്ന് കാണുന്നുണ്ടോ? ഇവിടെ ഇതാണ് നമ്മുടെ ടൈമർ. ഇതിൽ 4 മിനിറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് 8 മിനിറ്റായി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്നുകൂടെ നോക്കും.
റെഡ് ലൈറ്റ് ഇതിൽ ബ്ലിങ്ക് ചെയ്യുന്നില്ലെങ്കിൽ പണി പാളി എന്നർത്ഥം. ഇനിയിപ്പോൾ കഴിഞ്ഞ ബാറ്ററിയുടെ പ്രശ്നമാണോന്നും അറിയില്ല. ഇനി അങ്ങനെ വല്ല ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ബാറ്ററി യൂസ് ചെയ്യേണ്ടെന്ന് നോക്കേണ്ടി വരും. ഞാനിപ്പോഴും വൈസർ ഓപ്പൺ ചെയ്തിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. പക്ഷെ നല്ല കാറ്റ് കേട്ടോ, നല്ല കാറ്റ് എല്ലാം കൊണ്ടും. അപ്പോൾ നമ്മുടെ ക്യാമറയുടെ ഡിസ്കഷനിലോട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹീറോ 5. അത് ഇപ്പോൾ ഹീറോ 13 ഇറങ്ങിയ കാലഘട്ടത്തിൽ നമ്മൾ ഹീറോ 5 വെച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റിയുടെ പ്രശ്നങ്ങളെല്ലാം കാണും. അടുത്ത നമ്മുടെ പ്ലാനാണ് DJI Osmo Action 5 Pro അല്ലെങ്കിൽ Osmo Action 4. ഇതിലേതെങ്കിലും എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ആഞ്ഞു പിടിച്ചിട്ട് Osmo 5 Proക്ക് തന്നെ മാറ്റണം. കാരണം എന്തായാലും വാങ്ങുമ്പോൾ ലേറ്റസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറേ വർഷങ്ങൾക്ക് പിന്നെ തിരിഞ്ഞു നോക്കണ്ട. കാരണം എൻ്റെ DJI Mic 2 എൻ്റെ കയ്യിലുണ്ട്, വയർലെസ്. അപ്പം ഞാൻ കുറേ യൂട്യൂബ് വീഡിയോയിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വയർലെസ് ആയിട്ട് മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ആ മൈക്ക് നമുക്ക് മോട്ടോ വ്ളോഗിങ്ങിന് യൂസ് ചെയ്യുകയും ചെയ്യാം. എൻ്റെ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ ആ മൈക്ക് ജസ്റ്റ് ഒരു മാഗ്നറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വെൽക്രോ വെച്ചിട്ടോ എന്തെങ്കിലും സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ ഈ വയറും കാര്യങ്ങളും വലിയും അതൊന്നുമില്ല, വളരെ സിമ്പിൾ സെറ്റപ്പ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ സെയിം മൈക്ക്, ഞാനിപ്പോൾ ലാവലിയർ മൈക്കാണ് യൂസ് ചെയ്യുന്നത് ഹെൽമെറ്റിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ഈ സെയിം ലാവലിയർ മൈക്ക് തന്നെ യൂസ് ചെയ്തിട്ട്, പക്ഷേ അപ്പോൾ DJIയുടെ ഒരു മൈക്ക് അഡാപ്റ്റർ വരുന്നുണ്ട്, അപ്പോൾ അത് വാങ്ങേണ്ടി വരും. നോക്കാം. ആദ്യം വയർലെസ് സിസ്റ്റം എന്താണ്, എത്രത്തോളം പ്രാക്ടിക്കലാണെന്നുള്ളത് നോക്കാം. വഴിയില്ലെങ്കിൽ അത് ശരിയാവുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഒരു DJIയുടെ മൈക്ക് അഡാപ്റ്റർ വാങ്ങാം. ഇതെല്ലാം എപ്പോൾ DJI Osmo Action 5 Pro വാങ്ങിയതിന് ശേഷമുള്ള കാര്യങ്ങളായി പറയുന്നത്. അപ്പോൾ നമ്മൾ ഹെസ്സ സ്ട്രീറ്റ് എക്സിറ്റ് പിടിച്ചിട്ട് നേരെ 311ക്ക് ജോയിൻ ചെയ്യാം. ഈ ക്യാമറയുടെ ലോ ലൈറ്റ് പെർഫോമൻസ് അത്ര നല്ലതൊന്നുമല്ല. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഇതിന് മുന്നേ നമ്മൾ കുറേ ഏർലി മോർണിംഗ് റൈഡൊക്കെ പോയ സമയത്ത് അത്ര വലിയ പെർഫോമൻസ് എന്ന് പറയാൻ മാത്രമൊന്നും ഇല്ല. പക്ഷേ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇതാണ്, അപ്പോൾ ഇതുകൊണ്ട് അങ്ങ് ചെയ്യും, അത്രയേ ഉള്ളൂ. നമ്മളെല്ലാം ശരിയാവും വെയിറ്റ് ചെയ്ത് നിന്നാൽ ഒന്നും നടക്കില്ല. വഴി തരൂ, വളി വിടുങ്കോ ദേവണ് സെറ്റ്. ഈ ഒരു കാലാവസ്ഥ ദുബായിൽ എന്നും ആയിരുന്നെങ്കിൽ എന്തൊരു രസമാണ്. വർഷം മൊത്തം ഈ ഒരു കാലാവസ്ഥ. ആവശ്യത്തിനൊരു ചൂട്, വൈകുന്നേരം തണുപ്പ്, പൊളിക്കും. 7 മിനിറ്റായി മക്കളെ, ടൈമർ 7 മിനിറ്റായി. 8 മിനിറ്റിലോട്ട് കടക്കാൻ സമയം. 8 മിനിറ്റും 50 മിനിറ്റോ 8 മിനിറ്റ് 50 സെക്കൻഡോ അങ്ങനെ എന്തോ ആണ് കഴിഞ്ഞ റെക്കോർഡിങ് വന്നത്. അപ്പോൾ 8 മിനിറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏത് നിമിഷം വേണമെങ്കിലും ഈ വീഡിയോ സ്റ്റോപ്പ് ആവാം. അപ്പോൾ ഒരു പക്ഷേ ഈ വീഡിയോ, അതായത് ഈ വ്ളോഗ് ഇവിടെ എൻഡ് ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ജബൽ ജയ്സ് ഇന്ന് പോകുന്നില്ല എങ്കിൽ, ലേറ്റായിട്ട് ഇനി പോകാനും മൂഡില്ല എന്നുണ്ടെങ്കിൽ എൻഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഇൻ കേസ് അങ്ങനെയല്ല അവസ്ഥ, ലേറ്റ് ആയാലും പോവും എന്നാണെങ്കിൽ ഈ വ്ളോഗിൻ്റെ ബാക്കിയും കൂടെ ഉണ്ടാവും. എനിക്ക് ഈ ക്യാമറ ഓഫ് ആവല്ലേ എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. എൻ്റെ മുടി മിക്കവാറും മുട്ട അടിക്കേണ്ടി വരും ഈ പോക്ക് പോവുകയാണെങ്കിൽ. ഹെൽമെറ്റ് എടുത്ത് തലേന്ന് ഊരി കഴിഞ്ഞാൽ ഉടനെ മുടി ഒരുമാതിരി എന്താ പറയുക, വിഗ് വെച്ച കണക്കാണ്. നൂല് പോലെ മുടി, നൂല് പോലെ. ഒരു ജീവനില്ല, എന്തോ ഒരു ജീവനില്ലാത്ത നൂല് വെച്ച് പിടിപ്പിച്ച പോലെ ഫീലാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റൈഡ് പോയി വന്ന് ഞാൻ നേരെ കയറി കുളിച്ചു. കാരണം വേറെ എനിക്കൊരു ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. നേരെ കയറി നല്ലൊരു കുളി ഞാൻ കുളിച്ച് തലയിൽ കണ്ടീഷണർ ഇട്ട്. 9 മിനിറ്റ് ആയിരിക്കുന്നു മക്കളെ, നമ്മുടെ വീഡിയോ സ്റ്റിൽ റെക്കോർഡിങ്. ഇനി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നൊരു വോയിസ് കമാൻഡോ അങ്ങനെ വല്ലതുണ്ടോ ഗോപ്രോയ്ക്ക്? ഞാനിതെങ്ങാനും നിർത്തിപ്പോക്കോ എന്നെങ്ങാനും വോയിസ് കമാൻഡിൽ പറഞ്ഞ് നിർത്തിപ്പോയതാണോ? ബൈക്ക് ഓടിക്കുമ്പോൾ ഇയർ പ്ലഗ് വെച്ച് കഴിഞ്ഞാൽ തലയ്ക്ക് ഒരുപാട് എന്താ പറയുക സ്ട്രെസ് കുറവാണെന്ന് കേട്ടിട്ടുണ്ട്. അതൊന്ന് ട്രൈ ചെയ്യണം. എല്ലാം തിരിച്ചു വരട്ടെ. ഞാൻ മെയിൻ എന്താണെന്ന് വെച്ചാൽ ഈ പ്രാവശ്യം എന്തായാലും ട്രാവലിങ് വരുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെറുതെ ഞാനിപ്പോൾ ഈ ഒരാഴ്ച 5-6 ദിവസത്തിന് വേണ്ടി കാശ് കുറേ കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. കാരണം ട്രാവൽ ചെയ്യുമ്പോൾ എന്തായാലും കാശ് ആവശ്യമുണ്ടാവും. ഇപ്പം തന്നെ വെറുതെ ഇതെല്ലാം കൂടെ വാങ്ങി കൂട്ടി കാശ് കളയണ്ടല്ലോ. തിരിച്ചു പോയി ട്രാവലിംഗ് എല്ലാം കഴിഞ്ഞ് ആ ചിലവ്, ആ ക്ഷീണം തീർന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഈ വ്ളോഗിങ്ങിലോട്ട് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. അതുവരേക്കും നമ്മുടെ ഓമന ഹീറോ 5 വെച്ച് നമുക്ക് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. ദേ ഗ്ലോബൽ വില്ലേജ് ഇപ്പോഴും അടച്ചിട്ടില്ലല്ലേ? എത്ര പേര് ഈ സീസണിൽ ഗ്ലോബൽ വില്ലേജ് പോയി? എല്ലാവരും, എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാ സീസണിലും ഗ്ലോബൽ വില്ലേജ് പോകും. ഞാൻ ഈ 9-10 വർഷത്തിനിടയ്ക്ക് ആകെ 10 പ്രാവശ്യം മാക്സിമം പോയിട്ടുണ്ട്. അതും പോയിട്ടുണ്ടാവില്ല ചിലപ്പോൾ 5 പ്രാവശ്യം, 5-ലും കുറവേ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ പോകാനുള്ളത് എന്താണ് എന്നുള്ള ആ ഒരു വൈബ് ഇഷ്ടമുള്ളവർക്ക് രസമാണ്. അങ്ങോട്ട് നോക്കിയ തിരക്ക് നിങ്ങൾക്ക് ഈ ക്യാമറയിൽ ക്ലിയർ ആവുന്നുണ്ടോന്നാവും. പാർക്കിംഗ് ഇസ് ഫുൾ. ഫുള്ളല്ലേ? അല്ലല്ലേ, ഫുള്ളല്ല കേട്ടോ. ഫുൾ ഇവിടെ ചിലപ്പോൾ ക്ലോസ് ചെയ്ത് വെച്ചതാണോ ആണെന്ന് തോന്നുന്നു. കാരണം അവിടെ ഒരുപാട് ലൈനൊക്കെ കാണുന്നുണ്ട് വണ്ടികളുടെ.
ഗ്ലോബൽ വില്ലേജ്. ഈ നൈറ്റ് റൈഡ് എന്ന് പറഞ്ഞത് അതൊരു വികാരം തന്നെ കേട്ടോ. റൈഡ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. ക്യാമറയിലെ ക്ലിപ്പൊക്കെ ആരോഗ്യമായിട്ട് അതുപോലെ തന്നെ കിട്ടണേ എന്നുള്ളൊരു ആഗ്രഹം, പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. റെഡ് ഇപ്പോഴും ബ്ലിങ്ക് ആവുന്നുണ്ട്, ഇപ്പോഴും റെക്കോർഡ് ആവുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങോട്ട് വന്നപ്പോൾ എന്തോ സംഭവിച്ചതാണോ, എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. അതെ, ഒമാൻ വണ്ടി സിഗ്നൽ ഇടൂ പ്ലീസ്. സിഗ്നൽ ഇട്ടിട്ട് ലെയിൻ ചേഞ്ച് ചെയ്യൂ പ്ലീസ്. ഒമാൻ ആണെങ്കിൽ ദുബായ് ആണെങ്കിൽ എവിടെയാണെങ്കിലും സിഗ്നൽ ഇട്ടിട്ട് ലെയിൻ ചേഞ്ച് ചെയ്യൂ പ്ലീസ്. കം ഓൺ ബോയ്. എന്നാലും വെൽക്കം ടു ദുബായ് ഹബീബി. 4040 ഒമാൻ, വെൽക്കം ടു ദുബായ്. എനിക്ക് ഒന്ന് അങ്ങോട്ട് പോയപ്പോൾ എന്തോ ഒന്നുകിൽ മെമ്മറി കാർഡിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ ബാറ്ററിയുടെ പ്രോബ്ലം എന്തോ ആണെന്ന് തോന്നുന്നു. ദുബായ് സിലിക്കൺ ഒയാസിസ്. എത്ര പേര് സിലിക്കണിൽ താമസിക്കുന്നുണ്ട്? കുറേ പേരുണ്ട്. നമ്മൾ മലയാളികൾ ഒരുപാട് പേര് സിലിക്കൺ ഒയാസിസിൽ താമസിക്കുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കറാമയിൽ പോയിട്ടോ വണ്ടിയും കൊണ്ട്. അതീപുര വണ്ടി ഡെലിവർ ചെയ്ത സെയിം നൈറ്റ് മൾട്ടി സ്റ്റാർട്ടർ ഡെലിവർ ചെയ്ത് ഞങ്ങൾ നേരെ ഇവിടെ പോയി മോട്ടോ ഹബിൽ പോയി. അവിടെ നിന്ന് നേരെ കറാമേലെ തിരക്ക് എൻ്റെ പള്ളി. ഫുഡ് ഫെസ്റ്റിവലാണ് അവിടെ, ഫുഡ് ഫെസ്റ്റിവൽ. പക്ഷെ എന്നാലും എന്തൊരു തിരക്ക്, ആളുകൾ വന്ന്, അതും ഒരുപാട് വണ്ടികളുടെ ഷോ ഓഫും കാര്യങ്ങളും. അതായത് നമ്മൾ വണ്ടി കാണിക്കാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഞാനൊരു വണ്ടി എടുത്ത് എൻ്റെ വണ്ടി 4 ആൾ കാണണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. പക്ഷെ അവരുടെ തൊണ്ടയിലൂടെ കുത്തി ഇറക്കണം എന്നുള്ള ആഗ്രഹം അത് വേറെ മൂടാ. കഴിഞ്ഞ ദിവസം കറാമയിൽ അതായിരുന്നു അവസ്ഥ. ഒരുപാട് വണ്ടികൾ പാർക്കിങ്ങിൻ്റെ അല്ലെങ്കിൽ അവിടെ ഇട്ടാവട്ടത്തുള്ള 2-3 റോഡുണ്ടല്ലോ, ആ റോഡിൽ കൂടെ പിന്നെ റൗണ്ട് അടിച്ച് ആൾക്കൂട്ടമുള്ള അവിടെ ചെല്ലുമ്പോൾ ഒന്ന് റെവ് ചെയ്യുക, ഒച്ചയും ബഹളം ഉണ്ടാക്കുക, എന്നിട്ട് അങ്ങനെ പോവുക. തിരിച്ച് പിന്നെ ആ റൗണ്ട് അടിച്ച് പിന്നെ അതിലൂടെ വരിക, പിന്നെ ഒച്ചയും ബഹളം ഉണ്ടാക്കുക, പിന്നെ അതിലൂടെ വരിക, പിന്നെ ഒച്ചയും ബഹളം ഉണ്ടാക്കുക. അതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. കോപ്പല് പരിപാടി. പക്ഷെ നമുക്കൊരു ദിവസം പോവാം. സത്യം പറഞ്ഞാൽ ഒരു ദിവസം കറാമയിൽ പോവാം. ഈ വ്ളോഗിങ് എല്ലാം ഒന്ന് സെറ്റാണ് എന്ന് ഉറപ്പ് വരുന്ന കഴിഞ്ഞാൽ ഒരു ദിവസം കറാമയിൽ പോവാം. എൻ്റെ അഭിപ്രായത്തിൽ ഡിസൈൻ, കാണാൻ ലുക്ക്, പോർഷയുടെ ഏത് വണ്ടി എടുത്താലും എനിക്ക് ഏറ്റവും ഇഷ്ടമായത് മറ്റേ ഇതാണ്, പനമേറ. എന്ത് രസമാണ് ഇവരുടെ വണ്ടികൾ കാണാൻ. ചിലർക്ക് വലിയ താല്പര്യമില്ല പോർഷ കാണാൻ. എനിക്ക് പോർഷയുടെ ലുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഡ്രീം ഗാരേജാണ് പോർഷ പാനമേര, ഒരു ട്രക്ക്, പിന്നെ ബൈക്ക് എന്തായാലും ഉണ്ട്. ബൈക്ക് എത്ര എണ്ണമാണ് എന്നുള്ളൊരു ചോദ്യമുള്ളൂ. കാരണം ഞാൻ കൂടുതൽ നമ്മളെല്ലാവരും പല താല്പര്യങ്ങളുള്ളവരല്ലേ. ഐ ആം മോർ ഓഫ് എ ബൈക്കർ, മോട്ടോർ സൈക്കിൾ റൈഡർ ദാൻ എ കാർ ഗായ്. എനിക്ക് കാർസ് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്ക് കാർസിനേക്കാളും കൂടുതൽ എനിക്ക് റെസൊണേറ്റ് ചെയ്യുന്നത് എൻ്റെ ഒരു പൾസ് കൂടുതൽ ഇതിലോട്ടാണ്, ബൈക്കുകളിലോട്ടാണ്. ബൈക്കുകൾ കൂടുതൽ ഇഷ്ടം. ബൈക്ക് 2-3 കാര്യങ്ങളെ എനിക്ക് പറ്റാത്തുള്ളൂ. അതായത് റൈഡ്, ഒന്ന് ഹെൽമെറ്റ് തലയിൽ വെച്ച് പോകുമ്പോഴുള്ള തലയ്ക്കുള്ള സ്ട്രെസ്, അത് വെയിറ്റ് കൊണ്ടാവാം. ലൈറ്റ് വെയിറ്റ് കാർബൺ ഹെൽമെറ്റൊക്കെ യൂസ് ചെയ്ത് ചിലപ്പോൾ മാറിയേക്കാം. ചിലവരുടെ അത് പലവരുടെ ശരീരം എടുക്കുന്ന സ്ട്രെസ്സിൻ്റെ ലെവലെല്ലാം പലതായിരിക്കുമല്ലോ. എനിക്ക് എൻ്റെ ഈ ഹെൽമെറ്റ് പെർഫെക്റ്റ്, എനിക്ക് നല്ല ഫിറ്റാണ്, കറക്റ്റാണ്, എല്ലാമാണ്. പക്ഷെ എന്നാലും എൻ്റെ ഈ ഒരു ഹെൽമെറ്റിൻ്റെ ഒരു കൂടിൻ്റെ ഉള്ളിൽ തല എന്താ പറയുക, പൂട്ടിയിട്ട പോലെ ഒരു ഫീലാണ്. ചിലവർക്ക് അത് ഇഷ്ടമായിരിക്കും. എനിക്കെന്തോ ചില സമയങ്ങളിൽ അതൊരു ഇറിറ്റേഷനായിട്ട് തോന്നും. പക്ഷേ ആ ഒരു ഇറിറ്റേഷൻ്റെ ലെവൽ എനിക്ക് മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നതിൻ്റെ ലെവലിൻ്റെ താഴെയാണ്. അതായത് മോട്ടോർ സൈക്കിൾ ഓടിക്കാനുള്ള ഇഷ്ടം ആ ഒരു ഇറിറ്റേഷനേക്കാളും മേലെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇറിറ്റേഷൻ ചില സമയങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അതവിടെ ഇരിക്കട്ടെ നോക്കും. ജീവിതത്തിലെല്ലാം ഒരു ത്രാസാണല്ലോ, കൂടുതൽ ഏതാണ് അതിലോട്ട് നമ്മൾ മുൻതൂക്കം കൊടുക്കും. നമ്മുടെ GoPro ഇപ്പോഴും റെക്കോർഡിങ് കേട്ടോ. ഫാന്റാസ്റ്റിക് ജോബ് മാൻ. GoPro Hero 5 സ്റ്റിൽ റെക്കോർഡിങ്. ഓക്കെ, ഈ ഒരു ട്രാഫിക് എനിക്ക് വലിയൊരു വെല്ലുവിളിയായിരുന്നു കുറേ കാലം. പക്ഷെ നമ്മുടെ കയ്യിൽ 2 വീലർ അല്ലേ. എനിക്ക് വേണേ ഈ റൈറ്റിൽ കൂടെ അവൻ പോയ പോലെ പോവാം. പക്ഷെ വേണ്ട, എന്തിന് ഇപ്പോൾ വേണ്ട. അത്യാവശ്യം എന്തെങ്കിലും വരുന്ന സമയത്ത് നമുക്കത് ചെയ്യാം. ഇനി നമുക്ക് വൈസർ തുറന്ന് ഓടിക്കാം. കാരണം നല്ല കാറ്റാണ് പുറത്ത്. സൗണ്ടിൻ്റെ വ്യത്യാസം എങ്ങനെയാണെന്നുള്ളത് എനിക്ക് നോക്കണം. ഫുട്ടേജസ് എടുത്തിട്ട് വൈസർ തുറക്കുമ്പോഴും വൈസർ അടച്ചു വെക്കുമ്പോഴും ഡിഫറൻസ് നോക്കണം. നമ്മുടെ എക്സോസ്റ്റ് വല്ല സ്റ്റോക്കാണ് കേട്ടോ. ഇനി ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ എന്ത് വണ്ടി ഇങ്ങനത്തെ സൗണ്ട് എന്നൊക്കെ, സ്റ്റോക്ക് എക്സോസ്റ്റാണ്. എനിക്ക് എക്സോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നതിനൊന്നും വലിയ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു താല്പര്യമൊന്നുമുള്ള ആളല്ല. എനിക്ക് കേൾക്കാൻ ഇഷ്ടമാണ് ആളുകളുടെ വണ്ടിയിൽ. പക്ഷേ എന്താ പറയാം,
എനിക്കങ്ങനെ ഒരു വെർത്തായിട്ട് തോന്നുന്നില്ല. ഞാനങ്ങനെ ഭയങ്കരമായിട്ട് ഒച്ച ബഹളം ഉണ്ടാക്കി വണ്ടി ഓടിക്കണം എന്നുള്ളൊരു താല്പര്യമുള്ള ഒരാളല്ല. എനിക്ക് ബൈക്ക് ഓടിക്കണം. ഞാൻ ദീപിൻ്റെ അടുത്തൊക്കെ പറയും, 2 ചക്രം മതി, എന്ത് വണ്ടിയാണെങ്കിലും എനിക്ക് ബൈക്ക് ഓടിക്കണം. ഒച്ച ഉണ്ടായാലും ഒച്ചയില്ലെങ്കിലും ടെൻഷനില്ലാതെ വണ്ടി ഓടിക്കണം. വണ്ടിക്ക് പണിയില്ല, വണ്ടി ഇപ്പോൾ കേടുവരും എന്നുള്ള ടെൻഷനില്ല, അങ്ങനെയൊന്നും ഇല്ലാതെ പെട്രോളിനുള്ള കാശ് വേണം, നല്ല ഒരു കംഫർട്ടബിൾ ഹെൽമെറ്റ്, സേഫായിട്ട് റൈഡിങ് ഗിയർ. ഇത് വേണ്ട, ഞാൻ റൈഡിങ് ഗിയർ ഒന്നും ഇട്ടില്ല. കാരണം എനിക്ക് നല്ലൊരു റൈഡിങ് ഗിയർ വാങ്ങണം. എൻ്റെ ജാക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ അതിന് ഞാൻ തടി വെക്കുന്നതിന് മുന്നേ വാങ്ങിയ ജാക്കറ്റാണ്. ഇപ്പോഴത്തെ വയറ് അതിൻ്റെ ഉള്ളിൽ ഒതുക്കാൻ കുറച്ച് പാട് വിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജാക്കറ്റ് എന്തായാലും ഒരെണ്ണത്തിൽ നല്ലൊരു ജാക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ പാൻറ്റും, റൈഡിങ് പാൻറ്റ്സ്. അപ്പോൾ എനിക്ക് റൈഡിങ് ജീൻസുകളുണ്ടല്ലോ, എനിക്കൊരു റൈഡിങ് ജീൻസ് എടുത്താൽ കൊള്ളുന്നുണ്ട്. അപ്പോൾ അതാകുമ്പോൾ ഒരു റൈഡിങ് ഗിയർ പോലെ തോന്നുമില്ല, കണ്ടാൽ ജീൻസ് പോലെ ഇരിക്കും, എന്നാൽ വെൽ പ്രൊട്ടക്റ്റഡ്. പിന്നെ ബൂട്ട് ഇപ്പോൾ ഒരു ഹൈ പ്രയോറിറ്റിയിൽ സത്യം പറഞ്ഞാൽ എൻ്റെ മൈൻഡിൽ ഇല്ല. ഫസ്റ്റ് പ്രയോറിറ്റി നല്ലൊരു ജാക്കറ്റ് ഡെഫിനറ്റ്ലി, അല്ലെങ്കിൽ പാൻറ്റ്. ഇതിലേതെങ്കിലും ഒന്ന് ആദ്യം എടുക്കണം. മിക്കവാറും ഒരു പാൻറ്റ്, കാരണം ജാക്കറ്റ് തൽക്കാലത്തേക്ക് മറ്റേത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കയ്യിലുള്ളത്. ഇന്നത്തെ ടെസ്റ്റ് റൈഡ് എങ്ങനെയുണ്ട് എന്നുള്ളത് കണ്ടറിയാം. വീട്ടിലെത്തിയ ഉടനെ നമ്മൾ ഒന്നുകൂടെ നമ്മുടെ ബാറ്ററീസ് എല്ലാം ചാർജിങ്ങിന് ഇടണം. കാരണം ജബൽ ജയ്സ് പോവുകയാണെങ്കിൽ ചാർജ് എന്തായാലും വേണ്ടി വരും. അപ്പോൾ അതെന്താണ് അവസ്ഥ എന്നുള്ളത് നോക്കണം. ഇത് കണ്ടോ, ഇങ്ങനത്തെ കേസിലാണ് എനിക്ക് ഗിയർ ഡൗൺ ചെയ്യാൻ പാഡൽ ഷിഫ്റ്റർ വേണ്ടത്. കാരണം ചില സമയങ്ങളിൽ ഓട്ടോമാറ്റിക് ആണെങ്കിലും ഒരു മന്ദപ്പ് സ്വഭാവം കാണിക്കും. വണ്ടി MG-ZS. ഓക്കെ, നമ്മൾ നൈസായിട്ട് സൈഡിൽ കൂടെ കയറാം. ഇയാൾ അങ്ങോട്ട് സ്റ്റാൻഡപ്പ് ബോം. അങ്ങനെ ഗൈസ് നമ്മൾ പാർക്കിങ്ങിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒന്നുകിൽ നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കും, ജബൽ ജയ്സ് പോയിട്ടില്ലെങ്കിൽ. ഈ വ്ളോഗ് ഇവിടെ എൻഡ് ആയിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ക്ലിപ്പ് കഴിഞ്ഞ് എൻഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ ജബൽ ജയ്സ് പോയില്ല എന്നാണ്. അതോ ഈ വ്ളോഗിൽ ഇനിയും ടൈം കൂടുതൽ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിൻ്റെ വാതിൽ ഒരു ജബൽ ജയ്സ് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഈ വ്ളോഗ് നമുക്ക് ഇവിടെ അങ്ങ് എൻഡ് ചെയ്യാം, എന്നിട്ട് ജബൽ ജയ്സ് ഒരു പുതിയ വ്ളോഗായിട്ട് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ജബൽ ജയ്സ് പോകുന്നുണ്ടെങ്കിൽ അതൊരു സെപ്പറേറ്റ് വ്ളോഗായിട്ടിടാം. എനിക്കൊന്നും അതാണ് ബെറ്റർ. വെറുതെ വലിച്ചു നീട്ടി ഇതൊരു ടെസ്റ്റ് വ്ളോഗായിട്ടിരിക്കട്ടെ. അപ്പോൾ വണ്ടി ഓഫ്. അപ്പോൾ കേസ് ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നമുക്ക് ഇവിടെ എൻഡ് ചെയ്യാം. ബാക്കി I'll see you guys in the next one.